ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മകളെ, SSLC ഓണം എക്സാമിനകത്ത് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുന്ന ഒരു 4 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന മാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മകളെ, ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ചാനലിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് നോക്കിയാലോ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ജസ്റ്റ് പറഞ്ഞാലോ മകളെ? ഓക്കെ അല്ലേ, റെഡി അല്ലേ മകളെ? നമുക്കറിയുന്നതാണ് സോഷ്യൽ സയൻസിലെ ജോഗ്രഫി ഭാഗത്ത് നിന്നും രണ്ടാമത്തെ ചാപ്റ്റർ ആയുള്ള ക്ലൈമാറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. കാലാവസ്ഥാ മേഖലയോടും കാലാവസ്ഥാ മാറ്റവും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിൽ നിന്നാണ് മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. മകളെ, 4 മാർക്കാണ്. ഓണം എക്സാം, അതേപോലെ തന്നെ മോഡൽ എക്സാം, അതേപോലെ മെയിൻ എക്സാം, ഈ 3 എക്സാമുകൾക്കും ചെയ്യുന്നുണ്ട് ഈ ചോദ്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഈ ഒരു ചോദ്യം എന്തായാലും നിർബന്ധമായിട്ട് മക്കളെ എഴുതണം. കാരണം അത് ഉറപ്പാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റുന്നതാണ്. മക്കളെ, എന്താണ് പല ആൾക്കാർക്ക് സംശയമുണ്ട്, സാറേ മാപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് മെയിനായിട്ട് പഠിക്കേണ്ടത്? പഠിക്കേണ്ട സാധനം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നോക്ക് മക്കളെ, ഇതാണ് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. എന്താണെന്നറിയോ? എപ്പോൾ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പിനകത്ത് നിർബന്ധമായിട്ടും ഒരു മരുഭൂമി ചോദിക്കും. മരുഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തായാലും ചോദിക്കും. 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അതിലൊന്ന് മരുഭൂമി ആയിരിക്കും. രണ്ടാമത്തത് സാവന ക്ലൈമാറ്റിക് റീജിയൻസുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. സാവന കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും. മൂന്നാമത് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോൾ ഓർത്ത് വെച്ചോ, ഡെസേർട്ടിനെ കുറിച്ച്, മരുഭൂമിയെ കുറിച്ച്, അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡിനെ കുറിച്ച്, ഉഷ്ണമേഖല പുൽമേടിനെ കുറിച്ച്, എക്സാമ്പിൾ നമ്മുടെ സാവന ക്ലൈമാറ്റിക് റീജിയൻസിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച്, അതല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിനെ കുറിച്ച്. ഇത് 3 ഷുവർ ആണ്. പിന്നെ അതല്ലാതെ എന്ത് ചെയ്യും? ചിലപ്പോൾ നമുക്ക് ടൈഗൊക്കെ ചോദിക്കും. അപ്പം മക്കൾ ശ്രദ്ധിക്കുക, ഇത് നിർബന്ധമായിട്ട് പഠിക്കുക. ഡെസേർട്ടുമായി ബന്ധപ്പെട്ട ഇത്രയും ഡെസേർട്ടുകൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ മരുഭൂമിയാണെങ്കിൽ താർ ഡെസേർട്ട്, അറ്റകാമ ഡെസേർട്ട്, സഹാറ ഡെസേർട്ട്, ഓസ്ട്രേലിയൻ ഡെസേർട്ട്, ഈ 4 ഡെസേർട്ട് എവിടെയാണെന്നുള്ളത് പഠിച്ചു വെക്കുക. വേറെയും കുറേ ഡെസേർട്ടുകളുണ്ട്, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ലെങ്കിലും ഈ 4 എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. റെഡി. അടുത്തത് സാവന ക്ലൈമാറ്റിക് റീജിയൻ അല്ലെങ്കിൽ സാവന കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട് സാവന എവിടെയാണ്, ക്യാമ്പോസ് എവിടെയാണ്, ലെനോസ് എവിടെയാണ്, അത് 3 പഠിച്ചു വെക്കുക. പിന്നെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡിൽ പ്രിയറിയും പാമ്പാസും വെൽഡും സ്റ്റെപ്പീസും. ഓക്കെ, ഇത്രയും മെയിനായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. ഈ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യാവും? പോകാം കേട്ടോ. ഇതാണ് എക്സാമിന് മാറി മറിഞ്ഞ് എന്താണ് ഇതിങ്ങനെ ചോദിക്കാൻ ചെയ്യുക. ഞാൻ ഇനി പ്രീവിയസ് ഇയർ ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് ഈ ചോദ്യം വരിക എന്നല്ലേ അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നോക്കി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടത് കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മക്കളെ നോക്കും, മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ഇവിടെ കാണാം. ഈ ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ കാണാം. എന്നിട്ട് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. മുൻപത്തൊക്കെ എക്സാം ആണെങ്കിൽ അതായത് മുൻപൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറുന്നതിന് അല്ലെങ്കിൽ മുൻപൊക്കെ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നും നമ്മളോട് ഇങ്ങനെ പറയായിരുന്നു. ഇപ്പോൾ നിങ്ങളോട് പറയാം, ഇപ്പോൾ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സഹാറ മരുഭൂമി അടയാളപ്പെടുത്താനാണെങ്കിൽ നേരിട്ട് തന്നെ ചോദിക്കായിരുന്നു. സഹാറ മരുഭൂമി അടയാളപ്പെടുത്താൻ, ഇന്ത്യക്കകത്തുള്ള താർ മരുഭൂമി അടയാളപ്പെടുത്താൻ, അത് ഓരോന്നും ഹിന്ദികളായിട്ട് തന്നെ തരും, ഉത്തരം തന്നെ തരികയായിരുന്നു. എന്നിട്ട് നമ്മളോട് അടയാളപ്പെടുത്താനായിരുന്നു ചോദിക്കുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് തരികയാ, അത് നമ്മൾ കണ്ടെത്തണം എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ദ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടുകൾ ഏതാണ്? നമുക്ക് ഉത്തരം അറിയാം, അത് സാവന്യയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് സാവന്യാന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടാവും. ആ മാപ്പിനകത്ത് എവിടെയാണ് കൃത്യമായിട്ട് ഈ സാവന്യ എവിടെയാണ്, ആ കാണുന്ന സ്ഥലത്ത് നമ്മൾ പോയി എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് മോഡൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ കാണിച്ചു തരും. അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കണം, നമുക്ക് ഫൈനൽ എക്സാമിന് വന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണിച്ചു തരുന്നുണ്ട്. ഇത് ഫൈനൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒന്ന് പ്രോബ്ലം സോൾവ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? തരും കേട്ടോ. ഓക്കെ, റെഡി. അതിന് നമുക്കിത് ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓരോന്നും പഠിക്കുക. എങ്ങനെയൊക്കെയാണ് എക്സാമിന് വരുന്നത്, ഓരോ മേഖലയിൽ നിന്നും എങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ആദ്യം അത് പഠിക്കാം. ഫസ്റ്റ് നിങ്ങൾ നോക്കൂ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനുമായി ബന്ധപ്പെട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏത് എക്സാമിന്? ഫൈനൽ എക്സാമിന് 2026 ഫൈനൽ എക്സാമിനകത്ത് നിങ്ങളുടെ സീനിയേഴ്സിന്റെ അകത്ത് ഇപ്പൊ ഇതിനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. മക്കളെ, ആ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് നോക്ക്. ദ ക്ലൈമാറ്റിക് റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസസ് ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷൻ ആൻഡ് ഹെവി റെയിൻഫാൾ. മക്കളെ, നമുക്കറിയുന്നതാണ് ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷൻ അല്ലേ? ഇൻസുലേഷൻ അതുപോലെ തന്നെ ഹെവി റെയിൻഫാൾ, ഉയർന്ന അളവിൽ സൂര്യപ്രകാശവും ശക്തമായ മഴയും ലഭിക്കുന്ന കാലാവസ്ഥാ മേഖല ഏത് എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കതറിയാം, അതിന്റെ ഉത്തരം ഏതാണ്? ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല മാപ്പിനകത്ത് എവിടെയാണെന്ന് നോക്കണം. മക്കളെ ശ്രദ്ധിച്ചോളൂ, ഇതിലെ പോകുന്ന ലൈനാണ് ഇക്വേറ്റർ. ആ ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗം ആമസോൺ ഉണ്ട്, അതുപോലെ തന്നെ കോങ്കോ ബേസിൻ. ഈ പറയുന്ന ആമസോൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൗത്ത് അമേരിക്കയിലാണ്, കോങ്കോ ബേസിൻ ആഫ്രിക്കൻ കോണ്ടിനെന്റ്സിലാണ്, അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കോണ്ടിനെന്റിലാണ് ഇത് ഈ പറയുന്ന പ്രധാനപ്പെട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കോണ്ടിനെന്റ്സിലാണ് ഇതുള്ളത്. റെഡി. ഇനി മക്കൾ ശ്രദ്ധിക്കുക, അടുത്തത് നിങ്ങൾ നോക്ക്, മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മക്കളെ. കഴിഞ്ഞ നിങ്ങൾ നോക്കൂ, ഫൈനൽ എക്സാമിനകത്ത് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചോദിച്ചൊരു ചോദ്യമാണ്,
ദ ക്ലൈമാറ്റിക് റീജിയൻ വിച്ച് ഇന്ത്യ ബിലോങ്സ്. ഇന്ത്യ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏത്? അങ്ങനെയാണ് ചോദിക്കുക. ഇന്ത്യ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? അപ്പൊ ഇന്ത്യ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ മക്കളെ, ഇതാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കറിയാം, ഈ പറയുന്ന മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. അപ്പൊ നമ്മളിത് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആണെന്നുള്ളത് ചെയ്യാം ചോദിക്കാം. ഇനിയിപ്പോ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടുന്ന അല്ലാതെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മോസ്റ്റ് പോപ്പുലേറ്റഡ് റീജിയൻ ഏതാണ്? ഈ പറയുന്ന ക്ലൈമാറ്റിക് റീജിയനിൽ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഓർത്ത് വെച്ചോളെ, മോസ്റ്റ് പോപ്പുലേറ്റഡ് ക്ലൈമാറ്റിക് റീജിയൻ ഏതാണ്? മോസ്റ്റ് പോപ്പുലേറ്റഡ് ക്ലൈമാറ്റിക് റീജിയൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കാലാവസ്ഥാ മേഖല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആക്ച്വലി എന്ത് തന്നെയാണ്? മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. റെഡി. ഇനി അടുത്തൊരു ചോദ്യം സാവന്നയുമായി ബന്ധപ്പെട്ടാണ്. സാവന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലമാണ് സാവന. ആ സാവനയുമായി ബന്ധപ്പെട്ട് ഇത് നോക്കൂ മക്കളെ, സാവന എന്ന് പറഞ്ഞാൽ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡുകളാണ്, ഉഷ്ണമേഖല. ഓർത്ത് വെച്ചോളെ, ഉഷ്ണമേഖല പുൽമേടുകളാണ് ഇത്. ഈ പുൽമേടുകൾ കേട്ടോ, അതൊക്കെ ഉഷ്ണമേഖല പുൽമേടാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എക്സാമിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊന്ന് നമുക്കൊന്ന് നോക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. കഴിഞ്ഞ എക്സാമിനകത്ത് മോഡൽ എക്സാം ഓർത്ത് വെച്ചോളം, കഴിഞ്ഞ മോഡലിനകത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേട്. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടിന്റെ പേരെന്താണ്? ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. മക്കളെ അതിന്റെ ഉത്തരം നമുക്ക് അറിയുന്നതാണ് സാവന്നയാണ്. ഉത്തരം ഇതാണ് സാവന്ന, എല്ലാവർക്കും അറിയുന്നതാണ്. സാവന്യാണ് ഉത്തരം. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ബ്രസീൽ. ബ്രസീലിലെ ഉഷ്ണമേഖല പുൽമേട് ഏതാണ് എന്നാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം നമുക്ക് ക്യാമ്പോസ് ആണ്, ക്യാമ്പോസ്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കിക്കോളൂ മക്കളെ, എല്ലാ ആൾക്കാരും നോക്കിക്കോളൂ. ഈ പറയുന്ന കോണ്ടിനെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇതാണല്ലോ ആഫ്രിക്ക. ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ആഫ്രിക്കയുടെ ഷേപ്പ് ഇങ്ങനെയാണ്. അപ്പൊ ഇത് സാധാരണ കണ്ടത് ആഫ്രിക്കയുടെ ഷേപ്പ് ഇങ്ങനെയാണ്, കശുമാവിന്റെ അണ്ടി പോലെയൊക്കെ ഉള്ളതാണ് ഇത്. ഈ ഒരു ഷേപ്പിലെ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, അതേപോലെ തന്നെയാണ് ഈ സാവനിയല്ലേ കണ്ടോ, ഇതേപോലെ തന്നെയാണ് സാവനിയുള്ളത്. അപ്പോൾ ഈ ആഫ്രിക്കയുടെ ഒരു ഏകദേശ രൂപം തന്നെയാണ് നിങ്ങൾ വരച്ചു വെച്ചാൽ മതി. അപ്പൊ ആഫ്രിക്കയിലുള്ളതാണ് ഇത് സാവന്ന. റെഡി. ഇനി അടുത്ത നോക്കിയോ, ഇവിടെയാണെങ്കിൽ ഇത് ക്യാമ്പോസ്. ക്യാമ്പോസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമ്പോസ് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിനകത്താണ്. ഒറ്റ കാര്യം എടുത്താൽ മതി. ഈ ക്യാമ്പ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ ആലോചിച്ചു, ഒറ്റ കാര്യം നോക്കിയാൽ മതി മക്കളെ. ക്യാമ്പ് നമ്മുടെ സ്കൂളിനകത്ത് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള എന്താണ്? ഫുട്ബോൾ ക്യാമ്പാണ്. അപ്പൊ ഫുട്ബോളിന് പേര് കേട്ട ഒരു രാജ്യത്താണ് ആക്ച്വലി എന്ത് ചെയ്യുക, ഇതുണ്ടാവുക. അപ്പൊ ഫുട്ബോളിന് പേര് കേട്ട ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം ബ്രസീൽ, അർജന്റീനയാണ്. അപ്പൊ നമ്മൾക്ക് അർജന്റീനയെ പഠിക്കാനല്ല, നമുക്ക് ബ്രസീലിനേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബ്രസീൽ, ക്യാമ്പോസ് എവിടെയാണ്? ബ്രസീലിലാണ്. ഇനി നിങ്ങൾക്കൊരു സംശയം, സാർ ലെനോസ് എങ്ങനെ പഠിക്കും? മക്കളെ ഒറ്റ കാര്യം നോക്കിയാൽ മതി, ലെനോസ് ഏത് നേരം നിങ്ങൾ നോക്കിയാൽ മതി, ലാലാണ് എഴുതുക. അപ്പൊ ഇത് സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട രാജ്യം ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെനസ്വേലയിലാണ്, വെനസ്വേല. അപ്പൊ എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലാലാണ് അവസാനിക്കുന്നത്, വെനസ്വേല. അതേപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെനോസ്, രണ്ടിലും ലാ ഉണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഇവിടെയാണെങ്കിൽ ഇത് ഏതാണ്? ഓസ്ട്രേലിയ ഇതുണ്ട് കേട്ടോ. അപ്പൊ മെയിനായിട്ട് ചോദിക്കുക സാവന്ന ചോദിക്കും, അതല്ലെങ്കിൽ ബ്രസീലിലുള്ള ക്യാമ്പോസ് ചോദിക്കും, അതല്ലെങ്കിൽ വെനസ്വേലയിലുള്ള ലെനോസ് ആണ് എന്ത് ചെയ്യുക ചോദിക്കുക. അപ്പൊ ഓർത്ത് വെച്ചോളെ, അങ്ങനെയാണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചോദ്യമുണ്ട്, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ വെനസ്വേല. വെനസ്വേലയിലുള്ള പ്രധാനപ്പെട്ട ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ ഉഷ്ണമേഖല പുൽമേട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഉത്തരം എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ലെനോസ് ആണ്. റെഡി. ഇനി അടുത്ത് നോക്കിയോ, എല്ലാവരും നോക്കിയോ, ഹോട്ട് ഡെസേർട്ട്, മരുഭൂമിയുമായി ബന്ധപ്പെട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മരുഭൂമിയുമായി ബന്ധപ്പെട്ട് ചോദ്യം വരും. ആദ്യം നമുക്ക് മരുഭൂമി ഒക്കെ എന്ത് ചെയ്യാം, പഠിക്കാം. മരുഭൂമി എന്ന് പറയുമ്പോൾ മക്കളിതാ എല്ലാ ആൾക്കാരും നോക്കൂ, ഇതാണ് ഇക്വേറ്റർ. എല്ലാവർക്കും അറിയാം, ഇക്വേറ്റർ ഒക്കെ പഠിക്കാൻ സിമ്പിൾ ആട്ടോ. നമ്മുടെ ഇത് ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യയുടെ താഴെ ഭാഗത്തൂടെയാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ കടന്നു പോകുന്നത്. അതായത് ഇന്ത്യ ടച്ച് ചെയ്യുന്നില്ല. കണ്ടോ, ഇവിടെ ഒരു ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്. അപ്പൊ ഇതിലൂടെയാണ് ഇന്ത്യ ഇത് ഇക്വേറ്റർ കടന്നു പോകുന്നത്. അപ്പൊ നോക്കിയാൽ മതി, പ്രധാനപ്പെട്ട മരുഭൂമി എവിടെയാണ്? നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിനകത്ത് മരുഭൂമി ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അവിടെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ സൗത്ത് അമേരിക്കയിൽ മരുഭൂമി ഉണ്ട്. ആ മരുഭൂമിയുടെ പേരാണ് അറ്റകാമ. അപ്പോൾ നോക്കിയാൽ മതി മക്കളെ, നമുക്ക് അത് പഠിക്കാൻ സിമ്പിൾ ആണ്. രണ്ടറ്റം, ഈ ഒരു അറ്റം, ഇത് മറ്റൊരറ്റം. അപ്പൊ ഫസ്റ്റ് ഈ അറ്റത്തുള്ളതാണ് ആര്? അറ്റകാമ. അപ്പൊ അറ്റകാമ എപ്പോഴും എന്തായിരിക്കും? അറ്റത്തായിരിക്കും. ഏതറ്റത്ത്? ഫസ്റ്റ് ഉള്ള അറ്റത്ത് കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചോ, അറ്റകാമ എവിടെയായിരിക്കും മക്കളെ? അറ്റത്തായിരിക്കും ഓർത്ത് വെച്ചോട്ടോ. അറ്റത്ത് എന്ന് പഠിച്ചു വെച്ചോളൂ. അപ്പൊ അറ്റകാമ എന്ത് ചെയ്യും? കിട്ടും. ഇതാണ് അറ്റകാമ. ക്ലിയർ അല്ലേ? അടുത്തത് മക്കൾ ശ്രദ്ധിച്ചോളുക, നിങ്ങൾ നോക്കൂ, ഇതാണ് പ്രധാനപ്പെട്ട ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പഠിക്കേണ്ടത് സഹാറ. ഏറ്റവും വലിയ ഡെസേർട്ട് ആണ് ഇത്, സഹാറ. അതപ്പോൾ രണ്ടാമത്തെ പഠിക്കേണ്ടത് സഹാറയാണ്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, സാറേ നമീബും കൽഹാരിയും വരില്ല എന്ന്. നമീബും കൽഹാരിയും വരില്ല എന്നല്ല, കാരണം ഈ കോണ്ടിനെന്റിന്റെ അകത്ത് ഏറ്റവും വലുത് സഹാറയാണ്. ചോദിക്കാൻ സാധ്യത സഹാറയാണ്. വലുത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാറ നമുക്ക് എഴുതാം. കൽഹാരിയും നമീബും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും അവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് അത് ഞാൻ പറയാത്തത്. എന്നാൽ ഇവിടെ നോക്കൂ, ഇനി നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാ. ഇന്ത്യയുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇന്ത്യയുടെ ഒരു കുഞ്ഞ് ഇവിടെ ഉണ്ട്. ആ ഡെസേർട്ടിന്റെ പേര് എല്ലാവർക്കും അറിയാം, അതാണ് ഇത് താർ ഡെസേർട്ട്.
ഥാർ മരുഭൂമി എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ, അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ മകൾസെ നോക്കിയോളൂ, നോക്കൂ, ഇതിനെ താഴെയായിട്ട് എല്ലാവരും നോക്കണേ, ഭൂമധ്യരേഖയുടെ നേരെ താഴെയായിട്ട് ഏറ്റവും വലിയ ഒരു ഡെസേർട്ട് ഉണ്ട്. ആ ഡെസേർട്ടിന്റെ പേര് ഏതാണ്? ഭൂമധ്യരേഖ ഇതാണെങ്കിൽ അതിന്റെ നേരെ താഴെയുള്ളത് അറ്റഗാമയാണോ, കൽഹാരി നമീബാണോ, ഓസ്ട്രേലിയ ആണോ? അല്ല, ഈ ഭൂമധ്യരേഖയുടെ താഴത്ത് ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും വലുത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണ്. പഠിച്ചു വെച്ചോണം, ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വരും. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഈ പറഞ്ഞ ഡെസേർട്ടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഫൈനൽ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാണ്? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളെ നമുക്ക് അതിന്റെ ഉത്തരം നമുക്ക് അറിയാലോ. അതിന്റെ പേരാണ് സഹാറ. എഴുതി വെച്ചോളം, ഏതാണ്? സഹാറ ഡെസേർട്ട്. ഉത്തരം നമുക്കറിയാം, സഹാറ ഡെസേർട്ട് ആണ് അതിന്റെ റൈറ്റ് ആൻസർ. റെഡി. അടുത്ത നോക്കുകയാണെങ്കിൽ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ സൗത്ത് അമേരിക്ക. ഈ തെക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഉഷ്ണമരുഭൂമി ഏതാണ് മക്കളെ? അത് കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. തെക്കേ അമേരിക്കയിലുള്ളത് ഏതാണ് മക്കളെ? നോക്കൂ, നമുക്ക് സഹാറ, നമ്മൾ ആഫ്രിക്കയിൽ സഹാറയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു അല്ലെ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അത് മാർക്ക് ചെയ്തു. എന്നാൽ തെക്കേ അമേരിക്കയിൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറ്റഗാമയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോളം, ഈ അറ്റത്തുള്ള അറ്റഗാമയാണ്. അപ്പൊ അറ്റഗാമയാണ് എന്ത് ചെയ്തത്, കഴിഞ്ഞ പ്രധാനപ്പെട്ട മോഡൽ എക്സാമിന് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഇതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റഗാമ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, തെക്കേ അമേരിക്കയിലുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റഗാമയാണ്. റെഡി, ഓക്കെ. അങ്ങനെയാണ് അടുത്തത്. ദ ലാർജസ്റ്റ് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ. മക്കളെ, ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മരുഭൂമി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം വരാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഡെസേർട്ട്. ഓർത്ത് വെച്ചോളണം, എന്താണ്? ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണ്. സംശയങ്ങൾ ഉണ്ടാവരുത്. നിങ്ങൾ എല്ലാവരും നോക്കിക്കോളൂ. കണ്ടോ, ഇതിലൂടെ സെന്ററിലൂടെ പാസ് ചെയ്യുന്നതാണ് ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖ. ആ ഭൂമധ്യരേഖയുടെ നേരെ താഴെ ഉള്ളത് പിന്നെ ഒന്ന് അറ്റഗാമ, കൽഹാരി നമീബും ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഉറപ്പാണ് ഇതിൽ വലുത് ഏതാണ്? ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ വരേണ്ടത് ഓസ്ട്രേലിയൻ ഡെസേർട്ട് ആണുള്ളത്. അത് അവിടെ എന്ത് ചെയ്തു, ചോദിച്ചു. റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമുക്കറിയാം, ദാറ്റ് ഈസ് താർ ഡെസേർട്ട്. ഏതാണ് മക്കളെ? താർ ഡെസേർട്ട് അല്ലെങ്കിൽ താർ മരുഭൂമി. അപ്പൊ താർ മരുഭൂമി എവിടെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ കാണുന്ന ഇവിടെയാണ് താർ ഡെസേർട്ട് ഉള്ളത്. ഇവിടെയാണ് താർ ഡെസേർട്ട് എന്ത് കാണുന്നത് അല്ലെ. ഈ ഒരു പോർഷൻ ആണ് താർ ഡെസേർട്ട്. പഠിച്ചു വെച്ചോ. അപ്പൊ മരുഭൂമി പഠിച്ചു വെച്ചോ. ഷുവറാണ്, മരുഭൂമിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തായാലും മക്കൾ എന്ത് ചെയ്യും, വന്നിരിക്കും. റെഡി. ഇനി അടുത്തത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. ഇതുമായി ബന്ധപ്പെട്ട് വരുമോ? വരാം. ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളോട് ചോദിക്കും മക്കളെ, വേൾഡിനകത്ത് സിട്രസ് ഫ്രൂട്ട്സ്, ഓർത്ത് വെച്ചോ, സിട്രസ് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഈ സിട്രസ് ഫ്രൂട്ട്സ് 70% ഇതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന ക്ലൈമാറ്റിക് റീജിയൻ ഏത് എന്ന് ചിലപ്പോൾ നിങ്ങളോട് എന്ത് ചെയ്യാം, ചോദിക്കാം. അതായത് മക്കളെ, നാരക ഫലങ്ങളില്ലേ, ഏതാണ് ഈ പറയുന്ന നാരക ഫലങ്ങൾ. ഈ നാരക ഫലങ്ങളുടെ 70% കയറ്റുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള കാലാവസ്ഥാ മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആക്ച്വലി ഈ പറയുന്ന ഈ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. അപ്പൊ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ ആകുമ്പോൾ മെഡിറ്ററേനിയൻ സീയുടെ ഈ ഒരു ഭാഗത്ത് ഇത് കിട്ടൂലേ, മെഡിറ്ററേനിയൻ സീയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ഒന്ന് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ആയിട്ട് വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നമുക്കൊരു 50-50 ചാൻസ് അത്ര മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇതിൽ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോളേ. റെഡി. അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് മക്കളെ. ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലമാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ, കംപ്ലീറ്റ് ഗ്രാസ്ലാൻഡ് ആണ്. ഇത് വന്നിട്ടുണ്ടോ വെച്ചാൽ വന്നിട്ടുണ്ട്. ഞാൻ അത് പ്രൂഫ് കാണിച്ചു തരാം. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ മോഡൽ എക്സാമിനകത്ത് ചോദ്യം വന്നിട്ടുണ്ട്. എന്താ വന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയോ. ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പുൽമേടിനെ കുറിച്ചാണ് ചോദിച്ചത്. ഓസ്ട്രേലിയയിലെ പുൽമേട് ഏതാണ്? ഇതിന്റെ ഉത്തരം ഓസ്ട്രേലിയയിലെ പുൽമേടിന്റെ പേര് ഡൗൺസ് എന്നാണ്. എന്താണ് ഉത്തരം മക്കളെ? ഇതിന്റെ ഉത്തരം എന്താണ്? ഡൗൺസ് എന്നാണ് കേട്ടോ. ഓർത്ത് വെച്ചോളണം. ഓസ്ട്രേലിയയുടെ ഈ പറയുന്ന പുൽമേടിന്റെ പേര് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡൗൺസ് എന്നാണ് പറയാം. അപ്പൊ ഡൗൺസ് എവിടെയാണ്? നമുക്ക് ആ ഡൗൺസ് നോക്കിയാലോ. നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് ഇന്ത്യ, എല്ലാവർക്കും അറിയാലോ, ഇന്ത്യ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യ ആണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇന്ത്യ. ഇത് ഇന്ത്യയുടെ നേരെ താഴെ, ഇത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ നേരെ താഴോട്ട് പോവുക. അപ്പൊ ഓസ്ട്രേലിയ നിങ്ങൾ ആലോചിച്ച് നോക്കിയത് ഇന്ത്യയുടെ നേരെ ഡൗണിലാണ് ആരുള്ളത്? ഓസ്ട്രേലിയയിലുള്ളത്. അപ്പൊ ഇന്ത്യയുടെ താഴെയല്ലേ ഓസ്ട്രേലിയ ഉള്ളത്. അപ്പൊ ഡൗൺ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇന്ത്യയുടെ താഴെയുള്ള സ്ഥലം ഏതാണ്? ഓസ്ട്രേലിയ. അപ്പൊ ഓസ്ട്രേലിയയിലാണ് ആരുള്ളത്? ഡൗൺസ് ഉള്ളത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു? ഡൗൺസ് കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്ക്. ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഏഷ്യ. മകളെ, ഏഷ്യയിലുള്ള മിതോഷ്ണ പുൽമേട് ഏതാണ്? ഏഷ്യയിലുള്ള മിതോഷ്ണ പുൽമേടിന്റെ പേര് ദാറ്റ് ഈസ് സ്റ്റെപ്പീസ്. ഓർത്ത് വെച്ചോളം, അതിന്റെ പേരെന്താണ്? സ്റ്റെപ്പീസ്
സ്റ്റെപ്പീസ് എന്നാണ് പേര്. സ്റ്റെപ്പീസ് എവിടെയാണ് ഈ സ്റ്റെപ്പീസ് കാണപ്പെടുന്നത്? ഏഷ്യയിലെ പുൽമേടായ സ്റ്റെപ്പീസ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ദാ മക്കൾസ് എല്ലാവരും നോക്കിക്കോളൂ, ഇതാണ് സ്റ്റെപ്പീസ്. കണ്ടോ, ഈ പറയുന്ന ഏഷ്യൻ, ഇത് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റ് ആണല്ലോ. അപ്പൊ ഏഷ്യൻ കോണ്ടിനെന്റ് ഈ ഭാഗത്താണ് ഇത് സ്റ്റെപ്പീസ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലുതൊന്നാണ് ഇത് സ്റ്റെപ്പീസ്. അപ്പൊ ഇത് ആ സ്റ്റെപ്പീസ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടു. റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം, ആ ചോദ്യങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അടുത്ത് നോക്കിയോ, ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേട് ഏതാണ്? ആഫ്രിക്കയിലേത് ഓർത്തു വെച്ചോ. മിതോഷ്ണ പുൽമേടിന്റെ പേരാണ് മക്കളെ, അതിന്റെ പേര് വെൽഡ് എന്നാണ്. എന്താണ് അതിന്റെ പേര്? വെൽഡ് എന്നാണ്. നോക്കിക്കോളെ, എല്ലാവരും നോക്കിക്കോളെ, ഇതാണല്ലോ, ഇതാണ് നമ്മുടെ ആഫ്രിക്ക. കണ്ടില്ലേ ആഫ്രിക്കയിലാണ് വെൽഡ് ഉള്ളത്. വെൽഡ് എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മൾ അസ്ത്രയ്ക്കകത്തൊക്കെ അത് സിമ്പിൾ കോഡ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. വെൽഡ് എന്ന് പറഞ്ഞാൽ വി നോർത്താൽ മതി. വി മക്കളെ, ഒരു വി ഷേപ്പിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലം എവിടെയാണുള്ളത്? വി ഷേപ്പ്. ഇത് വി എന്ന് പറയാൻ പറ്റില്ല, വേറൊരു ഷേപ്പിലുള്ളത്. നമുക്കൊരു കറക്റ്റ് ഒരു വി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഭാഗം ആഫ്രിക്കയുടെ ഈ ഒരു മുനമ്പ് ഒരു കറക്റ്റ് വി ആണ്. അപ്പൊ വെൽഡ് എവിടെയാണുള്ളത്? ആഫ്രിക്കയുടെ ഒരു ഭാഗത്താണുള്ളത്. വെൽഡ് എന്ന് പറയുമ്പോൾ വി ഓർക്കുക. അപ്പൊ നമുക്ക് വി പോലുള്ള ഒരു ഷേപ്പുള്ള ഭാഗം എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അപ്പൊ അത് എവിടെയാണ്? ആഫ്രിക്കയുടെ എവിടെയാണ്? അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, വെൽഡ് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് മൈൻഡ് കിട്ടിയാൽ മതി. റെഡി. അടുത്ത നോക്ക് മക്കളെ, അടുത്തത് ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ തെക്കേ അമേരിക്കയിലുള്ള മിതോഷ്ണ പുൽമേട് ഏതാണ്? തെക്കേ അമേരിക്കയിലുള്ള പുൽമേടിന്റെ പേരാണ് പാമ്പസ് എന്നാണ് പേര്. പാമ്പസ്. ഇനി നോർത്ത് അമേരിക്ക അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലുള്ള മിതോഷ്ണ പുൽമേടിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രിയറി. എന്താണ്? പ്രിയറീസ് എന്നാണ്. നമുക്ക് അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, പഠിക്കാം. നോക്കിക്കോളൂ മക്കളെ, നോക്കിക്കോളൂ. ഇത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് പ്രിയറി എന്നാണ് വിളിക്കുക. ഇത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ നമ്മൾ പാമ്പസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയാം. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, കോഡ് വെച്ച് പഠിക്കാം. നിങ്ങൾ നോക്കിയോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേ, നോക്കിയോ, ഈ പ്രിയറി എന്ന് പറയുമ്പോൾ പ്രിയറി എന്നോട് സാമ്യതയുള്ള വാക്ക് പ്രയർ എന്ന് നിങ്ങൾക്ക് കിട്ടൂലേ? പ്രയർ നിങ്ങൾക്കറിയാലോ, ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ആക്ച്വലി എന്ത്, അമേരിക്ക. അപ്പോൾ ലോകത്തുള്ള എല്ലാ ആൾക്കാരും അമേരിക്കനോട് പറയാണ്, പ്രിയപ്പെട്ട അമേരിക്ക, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ആൾക്കാരും പ്രാർത്ഥിക്കുകയാണ് ആരോട്? അമേരിക്കനോട്. അപ്പോൾ അമേരിക്കയിലാണ് ആരുള്ളത്? പ്രിയറി അല്ലെങ്കിൽ പ്രയർ ഉള്ളത്. ഓർത്ത് വെച്ചോളെ, പ്രയർ എന്നുള്ളത് നിങ്ങൾ കിട്ടിയാൽ മതി. പ്രയർ ആരോടാണ് നമ്മൾ പ്രയർ ചെയ്യുക? അമേരിക്കനോടാണ്. അമേരിക്ക ഞങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ എന്ന് അമേരിക്കനോട് പറയാന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിയറി അമേരിക്കയിലാണ് കിട്ടും. റെഡി. ഇനി അടുത്ത് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് പാമ്പസ്. എന്നോട് ഫൈസൽ സാർ ഇതേപോലെ ലൈവിനകത്ത് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ജെസിയെ പാമ്പസ് എങ്ങനെയാണ് പഠിപ്പിക്കാം? കാരണം ഇതൊരു ഫസ്റ്റ് ലൈവിനകത്ത് വന്നപ്പോൾ തന്നെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ അത് പറഞ്ഞാണ്. പാമ്പസ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം ഓർത്തിച്ചാൽ മതി. മുകൾ ഭാഗത്ത് പ്രിയറി ആണെങ്കിൽ താഴെ ഭാഗത്ത് ഇത് പാമ്പസ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ തന്നെ താഴെ കുട്ടിയൊക്കെ അടിയിൽ ഇട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിന്റെ പേരില്ലേ, അതെന്തായാലും പാമ്പേഴ്സ് ആണ്. അതൊന്നും ഓർത്താൽ മതി. അപ്പൊ പാമ്പേഴ്സ് അടിയിലിടുന്നതാണ് പാമ്പേഴ്സ്. അപ്പൊ അടിയിലേക്കും ആരുള്ളത്? പാമ്പാസ്. അപ്പൊ ഓർത്ത് വെച്ചോ. അപ്പൊ പാമ്പാസ് എവിടെയാണ്? സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കയുടെ അടിയിൽ കേട്ടോ. അപ്പൊ ഈ എവിടെയാണ് ആരുള്ളത്? പാമ്പാസ് ഉള്ളത്. അങ്ങനെ അത് ഓർത്ത് വെക്കുക. അങ്ങനെയൊക്കെ ഓർക്കുക. ഞാൻ പറയാം, ഇതൊന്നും അല്ലാതെ എങ്ങനെ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുക? കഴിയില്ല. ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു ഹുക്ക് ചെയ്തിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് എന്ന് എന്ത് ചെയ്യുക, ചോദിക്കുക. റെഡി. ഇനി അടുത്തത് ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ. ടൈഗയുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് ടൈഗയുമായി ബന്ധപ്പെട്ട്. വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. നോക്കൂ മക്കളെ, കഴിഞ്ഞ മോഡൽ എക്സാമിന് 2026 ചോദിച്ച ചോദ്യമാണ്. ചോദ്യം എങ്ങനെയാ? ദ ക്ലൈമാറ്റിക് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ 55 to 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. മക്കളെ, ഉത്തരാർദ്ധഗോളത്തിൽ 55 മുതൽ 70 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടൈഗയാണ്. ടൈഗ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇവിടെ ഈ പറഞ്ഞ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിനകത്തുണ്ട്, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിനകത്ത്, ഈ പറഞ്ഞ ഏഷ്യയിലും അതുപോലെ തന്നെ യൂറോപ്പിലുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ കണ്ടില്ലേ, ഇതൊരു മീൻ പോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പരന്ന് കിടക്കുന്നുണ്ട്. ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇത് ടൈഗ ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. ടൈഗൊക്കെ ഓർത്ത് വെക്കാൻ ഇങ്ങനെ ഓർത്തിച്ചാൽ മക്കളെ. നമ്മൾ ടൈ എവിടെയാ കിട്ടുക? ടൈ എവിടെയാ കിട്ടുക? നമ്മൾ മുകളിലല്ലേ ടൈ കിട്ടുക? നമ്മൾ കഴുത്തിലേക്കല്ലേ, ഒരാളുടെ കഴുത്തിലേക്കാണ്. അപ്പോൾ മുകളിലേക്കാണ് ആരുള്ളത്? ടൈഗ ഉള്ളത് ഓർത്ത് കേട്ടോ. അപ്പോൾ ടൈ ഓർക്കുക. ടൈ കിട്ടുന്നത് നമ്മൾ മുകളിലേക്കാണ്. അപ്പോൾ മുകളിലാണ് ടൈഗ ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്യാം കേട്ടോ. ഇത്രയും റെഡി. ഇത്രയുമാണ് ആക്ച്വലി നമുക്ക് ഇതുപോലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഓക്കെ, റെഡി. ഇത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഓർത്ത് വെച്ചോ, മാപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഡെസേർട്ട് പഠിക്കണം, അതുപോലെ തന്നെ ഈ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ് അല്ലെങ്കിൽ സാവന ക്ലൈമാറ്റിക് റീജിയൻസിനെ കുറിച്ച് പഠിക്കണം, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ചും മെയിനായിട്ട് പഠിക്കണം. ഇതൊന്ന് എന്തായാലും ഓരോന്നോരോന്ന് വരും. പിന്നെ നമുക്ക് അതല്ലാതെ മറ്റുള്ളതൊന്നും കൂടി ഏതെങ്കിലും ഒന്നാണ് ചോദിക്കട്ടെ. അപ്പോൾ ഇത് മൂന്നും ഉറപ്പിച്ചോളിട്ട്. ഈ മൂന്നും ഡെസേർട്ട് പഠിക്കണം, സാവന ക്ലൈമാറ്റിക് റീജിയൻ പഠിക്കണം, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡും പഠിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ
നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെയാണ് ഇതുപോലെ തന്നെ റെഡി ആവുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നോക്കിയോ മക്കളെ, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരുന്നു, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വേൾഡ് മാപ്പും തരുന്നു. ആ വേൾഡ് മാപ്പ് എന്ത് ചെയ്യണം, ഈ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വേൾഡ് മാപ്പിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ആദ്യം തന്നെ വേൾഡ് മാപ്പിനകത്ത് ഇതുവരെ പഠിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആദ്യം കോണ്ടിനെന്റ്സുകളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. ഈ കോണ്ടിനെന്റ് ഏതാണ്? ഇത് സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്. മുകളിലാണെങ്കിൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ്. ഇതുപോലെ തന്നെ എന്താണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന അമേരിക്കയാണ് അല്ലേ. ഏത് അമേരിക്കയാണ്? ഈ പറയുന്ന നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് ആണ് അല്ലേ. ഉത്തര അമേരിക്ക, സോറി ഈ പറയുന്ന ഏതാണ്, നമ്മൾ താഴെ പറയുകയാണെങ്കിൽ ലാറ്റിൻ അമേരിക്ക എന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ പറയുന്നു. ഇത് നോർത്ത് അമേരിക്ക എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയട്ടെ, അത് നോർത്ത് അമേരിക്ക. റെഡി. ഇനി ഇവിടെയാണെങ്കിൽ നോക്കൂ, ഈ ഭാഗത്ത് യൂറോപ്പ്, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇത് ഏഷ്യ, പിന്നെ ഇവിടെ വരുന്നത് ആഫ്രിക്ക. ആഫ്രിക്ക റെഡി. ഇവിടെയാണെങ്കിൽ ഓസ്ട്രേലിയ. ഇങ്ങനെയാണ് 7 കോണ്ടിനെന്റ്സുകൾ ഉള്ളത്. കോണ്ടിനെന്റ്സുകളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയില്ല. പിന്നെ ആർട്ടിക് ഒക്കെ ഉണ്ട്, നമുക്ക് പഠിക്കേണ്ടതില്ല. ഇത് ഓർത്ത് വെച്ചോളൂ, ഇത് ബേസിക് ആയിട്ട് ഇറങ്ങിയേ. അപ്പൊ നോർത്ത് അമേരിക്ക, ഈ പറഞ്ഞ ഈ ഒരു നോർത്ത് അമേരിക്ക, പിന്നെ ഇത് ലാറ്റിൻ അമേരിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, പിന്നെ യൂറോപ്പ്, അതുപോലെ തന്നെ ഇത് ആഫ്രിക്ക, ഇത് ഏഷ്യ. ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം മാർക്ക് ചെയ്യാം. ഇതിൽ ഓരോന്നും എന്താ ചോദിച്ചത് മാർക്ക് ചെയ്യേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. മോഡൽ എക്സാമിന് കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യണേ. ഫസ്റ്റ് നോക്കിയോ, ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിന്റെ പേരെന്താണ്? ആഫ്രിക്കയിലെ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിന്റെ പേരെന്താണ്? അത് എഴുതി വെക്കാം. സാവന്ന എന്നാണ് പേര്. അപ്പോൾ അത് ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടിന്റെ പേര് സാവന്ന. എല്ലാവർക്കും അറിയാം സാവന്ന. ഇനി അടുത്ത്, ദ ക്ലൈമാറ്റിക് റീജിയൻ ലൈസ് 55 to 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഓർത്ത് വെച്ചോ, 55 മുതൽ 70 ഡിഗ്രി അക്ഷാംശങ്ങൾ റിഡ്യൂസ് ചെയ്യുന്ന ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? അതിന്റെ ഉത്തരം നമുക്കറിയാം, ടൈഗ കാലാവസ്ഥാ മേഖലയാണ്. ദാറ്റ് ഈസ് ടൈഗ കാലാവസ്ഥാ മേഖല, ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം, ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ, ടൈഗ കാലാവസ്ഥാ മേഖല എന്ന് എഴുതി വെക്കാം. റെഡി. അടുത്ത നോക്കിയോ, ദ ഹോട്ട് ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ സൗത്ത് അമേരിക്ക. തെക്കേ അമേരിക്കയിലുള്ള ഉഷ്ണമരുഭൂമിയുടെ പേരെന്താണ്? തെക്കേ മരുഭൂമിയിലുള്ള തെക്കേ അമേരിക്കയിലുള്ള മരുഭൂമിയുടെ പേര് അറ്റക്കാമ. ഓർത്തുവെച്ചോളാം, ഇവിടെ എന്താണ് അറ്റക്കാമ എന്ന് മക്കൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അടുത്തത് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലുള്ള മിതോഷ്ണ പുൽമേടിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് ഡൗൺസ്. ഡൗൺസ് എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക മക്കളെ? ഡൗൺസ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത് കേട്ടോ, ഡൗൺസ്. ഇത്രയും നമുക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ മാപ്പിന് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. മാപ്പിന് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കൾ, പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം മാപ്പിനകത്ത് വെറുതെ ABC എവിടെയെങ്കിലും പോയിട്ട് A അല്ലെങ്കിൽ B അതുപോലെ തന്നെ C അതേപോലെ തന്നെ D എന്ന് വെറുതെ മാർക്ക് ചെയ്താൽ പോരാ. എന്താണ് ഓരോന്നും കൃത്യമായിട്ട് അവിടെ എഴുതിയും കൂടി വെക്കണം. എന്താണെന്ന് അവിടെ കൂടി എന്ത് ചെയ്യണം, എഴുതി വെക്കണം. എന്നാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇതിൽ ഫസ്റ്റ് ചോദിച്ചത് ദ ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഉഷ്ണമേഖല പുൽമേടിന്റെ പേരെന്താണ്? അത് സാവന്ന. അപ്പൊ സാവന്ന എന്ന് പറയുമ്പോൾ ഇതാണല്ലോ ആഫ്രിക്ക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതേപോലെ തന്നെ ഒരു ആഫ്രിക്കയുടെ അതേ ഒരു ഷേപ്പിലാണ് സാവന്നയും എന്ത് ചെയ്യുന്നത് വരുന്നത്. നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് മക്കൾ. അതേ പിടിച്ചോ, നോക്കിക്കോ സാവന്ന എങ്ങനെയാണ്. ഇതേപോലെ കണ്ടോ, ഇതേപോലെയാണ് സാവന്ന ഉണ്ടാവുക. അത് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യണം. ആഫ്രിക്ക എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെയാണ് ആരുമുള്ളത്, ഇതിൻ്റെ ഉള്ളിലുള്ള സാവന്നയും ഉള്ളത്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാം, നമ്മൾ അത് ഫസ്റ്റ് തന്നെ അവിടെ പോയി എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്യാം. അതേ പിടിച്ച മക്കൾ, ഇത് എല്ലാവരും നോക്കിയേ. ഞാനിത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങളും ഇതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, ചെയ്യണം കേട്ടോ. ഓക്കെ, റെഡി. സെറ്റ് ചെയ്യണേ. പിന്നെ പറഞ്ഞല്ലോ, ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു ഏകദേശം കിട്ടിയാൽ മതി. നമുക്ക് കറക്റ്റൊന്നും അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഒരു ഏകദേശം നമുക്ക് എന്ത് ചെയ്താൽ കിട്ടിയാൽ മതി. ഇത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് A എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ എഴുതുന്നു എന്ത്, സാവന്ന ക്ലൈമാറ്റിക് റീജിയൻ നമ്മൾ എഴുതുന്നു. രണ്ട് രീതി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒന്നുകിൽ A എന്ന് ഇവിടെ എഴുതുക. A എന്ന് നമ്മൾ ഇവിടെ എഴുതുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ A എന്ന് വീണ്ടും എഴുതുക. എന്നിട്ട് അവിടെ A എന്ന് പറഞ്ഞാൽ എന്താണ്, സാവന്നയാണ്. അങ്ങനെ എഴുതാം. ഇനി B എന്ന് പറഞ്ഞാൽ എന്താണ്, C എന്ന് പറഞ്ഞാൽ എന്താണ്, D എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ A എന്ന് മാർക്ക് ചെയ്ത് ആ Aന്റെ അടുത്ത് തന്നെ ഇതുപോലെ തന്നെ എഴുതാനാണ് ഞാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ആ രണ്ട് രീതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഏറ്റവും എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും എഫക്റ്റീവായി തോന്നുക, നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് A ആണെങ്കിൽ A, B ആണെങ്കിൽ B, എന്നിട്ട് അവിടെ എന്താണെന്ന് അത് എഴുതി വെക്കുക. അതെങ്കിൽ കുറച്ചുകൂടി നിങ്ങളുടെ മനസ്സിലേക്ക് നിൽക്കുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റെഡി. ഇനി അടുത്ത നോക്കിയോട്ടോ. അടുത്തത്
ദ ക്ലൈമാറ്റിക് റീജിയൻ വിച്ച് ലൈസ് 55 to 70 ഡിഗ്രി ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. മക്കളെ 55 മുതൽ 70 ഡിഗ്രി അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നമുക്കത് അറിയുന്നതാണ്. അതാണ് ടൈഗ കാലാവസ്ഥാ മേഖല. നോക്കിക്കോളൂ മക്കളെ, എവിടെയാണ് ടൈഗ ഉള്ളത് എന്നല്ലേ. ഇതാ നോക്കിക്കോ, എല്ലാ ആൾക്കാരും നോക്കിക്കോ. ടൈഗ ഈ പറയുന്ന നോർത്ത് അമേരിക്ക, അതേപോലെ തന്നെ യൂറോപ്പ്, ഏഷ്യ ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഏകദേശം നമുക്ക് അവിടെ കിട്ടിയാൽ മതി. നമുക്ക് പിക്ചറിനകത്തും നമുക്കൊരു ഏകദേശം ഒക്കെ എന്ത് ചെയ്താൽ നമുക്ക് കിട്ടിയാൽ മതിയെ. നമ്മൾ ഇതേപോലെ തന്നെ എന്താണ് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാണ്. ഏകദേശം ഈ ഒരു രീതിയിലേക്ക് നമ്മൾ അവിടെ ജസ്റ്റ് എന്ത് ചെയ്യാണ് മാർക്ക് ചെയ്യാണ്. റെഡി. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തു കേട്ടോ, ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒരു മീനിന്റെ ഒരു ഷേപ്പിലേക്ക് നമുക്ക് എന്ത് ചെയ്യാണ് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യാണ്. യെസ്, റെഡി. ഇതാ ഒരു മീനിന്റെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് മാർക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മളിതാ അവിടെ നമ്മൾ കൊടുക്കാം ബി എന്ന് കൊടുക്കാം. എന്നിട്ട് അവിടെ എഴുതി വെച്ചോളൂ ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ, ടൈഗ കാലാവസ്ഥാ മേഖല എന്ന് നമ്മൾ എഴുതി വെക്കുന്നു. റെഡി, എഴുതി വെച്ചു. ഓക്കെ, അത്രയും മതി കേട്ടോ, അത്രയും മതി. ഇനി അത് കഴിഞ്ഞാൽ മൂന്നാമത്തത് നോക്കണേ. മൂന്നാമത്തത് ദ ഹോട്ട് ഡെസേർട്ട് ഇൻ സൗത്ത് അമേരിക്ക. അറ്റകാമയാണ് കേട്ടോ. തെക്കേ അമേരിക്കയിലെ ഉഷ്ണമരുഭൂമി ഏതാണ്? അത് അറ്റകാമയാണ്. അറ്റകാമ നമുക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് അറ്റകാമ നമുക്ക് എന്ത് ചെയ്യാം. നോക്കിയോളൂ മക്കളെ, ഇതാണ് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയുടെ ഈ അറ്റത്ത് ഇങ്ങനെ തെക്കേ അമേരിക്കയുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു വളവ് ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. അതാ നോക്കൂ, എല്ലാവരും നോക്കൂ. ദേ പിടിച്ചോളൂ മക്കളെ, ദേ പിടിച്ചോളൂ. നമ്മൾ ഇതേപോലെ തന്നെ കളർ എടുക്കുന്നു. കളർ എടുത്തതിന് ശേഷം ദേ പിടിച്ചോ, ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഈ ഒരു ഭാഗത്താണ്. യെസ്, യെസ്, നോക്കണേ, ഈ ഒരു ഭാഗത്ത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കളർ ചെയ്യാം കേട്ടോ. കളർ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാണ് കളർ ചെയ്യാണേ. യെസ്, യെസ്, ഇതന്നെ കൊടുക്കാം. ഇതന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി കാണുന്ന കളർ കൊടുത്താലോ, കാണുന്ന കളർ കൊടുക്കാം. കാണുന്ന കളർ ഇങ്ങനെ കൊടുക്കുന്നു. യെസ്, റെഡി. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ അവിടെ എഴുതി വെക്കണം. ഇതിങ്ങനെ ജസ്റ്റ് എഴുതി വെക്കണം. സി എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. അറ്റകാമ ഡെസേർട്ട് നമ്മൾ എഴുതി വെക്കണം. അറ്റകാമ ഡെസേർട്ട് ആണ് എഴുതി വെക്കുക. റെഡി. ഇനി അടുത്ത ചോദ്യം നോക്കിയോ. ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഓസ്ട്രേലിയ. മകളെ, ഓസ്ട്രേലിയയിലുള്ള മിതോഷ്ണ പുൽമേട്, അതിന്റെ പേര് ഡൗൺസ് ആണ്. നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ആയിട്ട്. ഇതുപോലെ തന്നെ ആ ഡൗൺസ് ഒക്കെ നമുക്ക് കോർത്തിരിക്കാൻ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ സാധനം പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും നോക്കിയോളൂ ഡൗൺസ്. ഓസ്ട്രേലിയയിലാണ്. എല്ലാവരും നോക്കണേ. ഓസ്ട്രേലിയയിലാണ് ആക്ച്വലി എന്തുണ്ടാവുക, ഡൗൺസ് ഉണ്ടാവുക. ഈ ഇന്ത്യയുടെ താഴെ. അപ്പൊ ഡൗൺസ് താഴെ. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കോണ്ടിനെന്റിന്റെയും അതിന്റെയും താഴെ ഭാഗത്താണ്. എല്ലാവരും കണ്ടില്ലേ, ഇവിടെയാണ് ഡൗൺസ് കേട്ടോ, ഏറ്റവും താഴെയാണുള്ളത്. അത് നമ്മൾ ഇതേപോലെ തന്നെ എടുക്കുന്നു. മാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ അത് ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നു. യെസ്, ദേ പിടിച്ചോളൂ. നമ്മൾ ഇവിടെ എടുക്കുക. ഇവിടെ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ഡൗൺസ് ഈ ഒരു ഭാഗത്താണ് ഡൗൺസ് വരിക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക. ഇത് ഡി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ എഴുതി വെക്കുക ഡൗൺസ് എന്ന് നമ്മൾ എഴുതി വെക്കുക. റെഡി. അപ്പൊ ഇത്രയും മതി. അപ്പൊ മക്കളെ, ഇത്രയുമാണ് മാപ്പുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എ സാവന ക്ലൈമാറ്റിക് റീജിയൻ, ബി എന്ന് പറഞ്ഞാൽ ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ, സി എന്ന് പറഞ്ഞാൽ അറ്റകാമ ഡെസേർട്ട്, ഡി എന്ന് പറഞ്ഞാൽ ഡൗൺസ്. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇങ്ങനെ മാർക്ക് ചെയ്താലാണ് മാപ്പിനകത്ത് മക്കളെ ഉറപ്പിച്ചു വെച്ചോ, ഷുവറായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ 4 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് കിട്ടും. 4 മാർക്ക് ഈസി കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് ഈ മോഡൽ എക്സാമിന്റെ നോക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് ഈ പറയുന്ന അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഫൈനൽ എക്സാം കൂടി നോക്കാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഫൈനൽ എക്സാമിന്റെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്ക് സമയം ഒന്നും നോക്കണ്ട, ഒന്നുകൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നോക്ക്, ഫൈനൽ എക്സാമിന്റെ നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം. ഓരോന്ന് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ദ ക്ലൈമാറ്റിക് റീജിയൻ ദാറ്റ് എക്സ്പീരിയൻസസ് ഹൈ റേറ്റ് ഓഫ് ഇൻസുലേഷൻ ആൻഡ് ഹെവി റെയിൻഫാൾ. മക്കളെ, ഉയർന്ന അളവിൽ സൂര്യപ്രകാശവും ശക്തമായ മഴയും ലഭിക്കുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉത്തരം നമുക്കറിയാം, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ എഴുതി വെക്കാം, ഇത് ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. അല്ലെങ്കിൽ അതിന്റെ മലയാളം ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയാണ്. ഒന്നാമത്തത്. റെഡി. അടുത്തത്, ദ ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ഇൻ ആഫ്രിക്ക. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി ഏതാണ്? അതിന്റെ ഉത്തരം നമുക്കറിയാം, ദാറ്റ് ഈസ് സഹാറ ഡെസേർട്ട്. ഉത്തരം ഏതാണ്? സഹാറ ഡെസേർട്ട് ആണ് ഉത്തരം. സഹാറ മരുഭൂമിയാണ് ഇതിന്റെ ഉത്തരം. റെഡി.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ മിതോഷ്ണ പുൽമേട് ഏതാണ്? ഏഷ്യയിലെ മിതോഷ്ണ പുൽമേട് ഏതാണ്? അതിന്റെ ഉത്തരം സ്റ്റെപ്പീസ് ആണ്. നമുക്കറിയാം ഏതാണ്? സ്റ്റെപ്പീസ് ആണ് ഉത്തരം കേട്ടോ. അതിന്റെ ഉത്തരം ഈ പറയുന്ന സ്റ്റെപ്പീസ് ആണ് അതിന്റെ ഉത്തരം. റെഡി. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ദ ക്ലൈമാറ്റിക് റീജിയൻ ടു വിച്ച് ഇന്ത്യ ബിലോങ്സ്. ഓർത്ത് വെച്ചോ മക്കളെ, ഇന്ത്യ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം നമുക്കറിയാം, ദാറ്റ് ഈസ് മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ ആണ്, അല്ലെങ്കിൽ മൺസൂൺ കാലാവസ്ഥാ മേഖലയാണ് ഉത്തരം. റെഡി. ഇത് നമുക്ക് ഓരോന്നും നമുക്ക് മാർക്ക് ചെയ്യാം. ഓരോന്നും നമുക്ക് ഇത് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യും, ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുള്ളൂ. ഫസ്റ്റ് തന്നെ ദേ പിടിച്ചോ മക്കളെ. ഒന്നാമത്തത് ഫസ്റ്റ് വൺ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. നോക്കൂ മക്കളെ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എവിടെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്? ഇതാ നോക്കിക്കോളൂ മക്കളെ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഇതാ നോക്കണേ. ഇത് നമ്മുടെ ഇന്ത്യയുടെ താഴെ ഭാഗത്തൂടെയാണ് ഇത് പോകുന്നത്. ഏത്? ഇക്വേറ്റർ ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നോക്ക്, ഇതാ ഇക്വേറ്റർ ഇങ്ങനെ കടന്ന് ഇങ്ങനെ എന്ത് ചെയ്യാണ്, പോവാണ്. അപ്പൊ നമ്മുടെ ആമസോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗം. അതേപോലെ തന്നെ കോങ്കോ ബേസിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഭാഗത്തും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ ഒരു ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ മാപ്പിനകത്ത് മാർക്ക് ചെയ്യാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? സോ ദേ പിടിച്ചോ മക്കളെ, ദേ പിടിച്ചോളിതാ ഈ ഒരു ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗത്ത്, യെസ്, ജസ്റ്റ് ഈ ഒരു ഭാഗത്ത്, ഏഷ്യയുടെ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചു വെച്ചോളേ, ഏഷ്യയുടെ ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ ആഫ്രിക്കയുടെ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഏഷ്യയുടെ ഈ ഒരു ഭാഗത്ത്. എന്നാൽ നമുക്ക് ഇതാ ജസ്റ്റ് ഇവിടെ നമുക്ക് എഴുതി വെക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാണ്, എഴുതി വെക്കുകയാണ്. ഇത് എഴുതി വെക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആണ്. കിട്ടിയല്ലോ, ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ കിട്ടും. അടുത്തത് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സഹാറ ഡെസേർട്ട്. സഹാറ മരുഭൂമി എവിടെയാണ്? സഹാറ മരുഭൂമി നമ്മുടെ ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗത്താണ് സഹാറ മരുഭൂമി. അപ്പൊ നമുക്ക് ആ സഹാറ മരുഭൂമി എന്ത് ചെയ്യാം, ആദ്യം ഒന്ന് കാണാം കേട്ടോ. സഹാറ മരുഭൂമി എവിടെയാണ്? ആഫ്രിക്കയുടെ തലയിൽ തന്നെയാണ് ആക്ച്വലി സഹാറ ഉള്ളത് കേട്ടോ. ഇങ്ങനെ ഒരു തൊപ്പി വെച്ചതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, സഹാറ ഉള്ളത്. സഹാറ ആ മരുഭൂമി അല്ലേ. അപ്പൊ മരുഭൂമി പോയി കഴിഞ്ഞാൽ നമ്മൾ തൊപ്പി വെക്കുമല്ലോ. അപ്പൊ ഒരു തൊപ്പി പോലെയാണ് ആക്ച്വലി ഇത് കാണുന്നതൊക്കെ, അങ്ങ് ഓർത്ത് വെക്കുക. അല്ലാതെ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. അപ്പൊ ഈ ഒരു ഭാഗത്ത് കേട്ടോ, ഈ ഒരു ഭാഗത്താണ് ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗത്ത് തൊപ്പി വെച്ചതുപോലെ ആരുണ്ട്, സഹാറയുടെ ഈ ഒരു ഭാഗത്ത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ തന്നെ ബി എന്ന് എഴുതുന്നു. എന്നിട്ട് നമുക്ക് അവിടെ എഴുതി വെക്കണം, ഈ ഡെസേർട്ടിന്റെ പേരെന്താണ് മക്കളെ? എന്താ ഡെസേർട്ടിന്റെ പേര്? സഹാറ ഡെസേർട്ട്. എഴുതി വെച്ചോളൂ, സഹാറ ഡെസേർട്ട് എന്ന് എഴുതി വെക്കുക. റെഡി, അതും കിട്ടി. ഇനി അടുത്തത് മൂന്നാമത്തെ മക്കളെ ചോദിച്ചോളൂ, ദ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഏഷ്യ. ഏഷ്യയിലെ മിതോഷ്ണ പുൽമേട് ഏതാണ്? സ്റ്റെപ്പീസ്. അതിന്റെ പേരെന്താണ്? സ്റ്റെപ്പീസ് എന്നാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റെപ്പീസ് എന്ത് ചെയ്യണം, അത് എവിടെയാന്നുള്ളത് കണ്ടെത്തണം. മക്കളെ നോക്കിക്കോളൂ, ഇതാ സ്റ്റെപ്പീസ് അല്ലേ നിങ്ങൾക്ക് കാണേണ്ടത്. ദേ പിടിച്ചോ ദാ സ്റ്റെപ്പീസ് അവിടെയാ. നമ്മുടെ ഏഷ്യ, ഇതുപോലെ തന്നെ യൂറോപ്പിന്റെ ഒക്കെ ഒരു ഭാഗത്തായിട്ട് ടച്ച് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാധനം. അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ ഇന്ത്യ അല്ലേ. ഇന്ത്യയുടെ മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റെപ്പ് വെച്ച് കയറണം. അപ്പൊ മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് കണ്ട സ്റ്റെപ്പീസ്. അപ്പൊ അത് ഏകദേശം നമുക്ക് അവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. യെസ്, ഏഷ്യയുടെ ഈ ഒരു ഭാഗത്തിട്ടോ നമ്മൾ ഇതേപോലെ തന്നെ എടുക്കുന്നു. എന്നിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ നമ്മൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഏഷ്യയുടെ ഒക്കെ ഈ ഒരു ഭാഗത്തല്ലേ, ഈ ഒരു ഭാഗത്തെ യെസ്, ജസ്റ്റ് ഇങ്ങനെയൊക്കെ മതി. ജസ്റ്റ് ഇങ്ങനെ ഒരു സാധനം എന്ത് ചെയ്താൽ മതി, അവിടെ കൊടുത്താൽ മതി. എന്നിട്ട് മക്കളെ നമ്മൾ ഇതേപോലെ തന്നെ അവിടെ എഴുതി വെക്കണം. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് സ്റ്റെപ്പീസ്. അതെന്താണ്? സ്റ്റെപ്പീസ് ആണ് എഴുതി വെക്കുക. റെഡി. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്താണ്? ദ ക്ലൈമാറ്റിക് റീജിയൻ ടു വിച്ച് ഇന്ത്യ ബിലോങ്സ്. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ, ഇന്ത്യ ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല. അപ്പൊ നമുക്കത് മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ത് ചെയ്യണം, ഒന്ന് നമ്മൾ നോക്കണം. ഇത് നോക്കിയോളൂ മക്കളെ, മൺസൂൺ കാലാവസ്ഥാ മേഖല. അപ്പൊ ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശം നമുക്ക് മാർക്ക് ചെയ്യാം. എല്ലാം ഒന്നും മാർക്ക് ചെയ്യേണ്ട, നമുക്ക് ഇന്ത്യ ഉൾപ്പെടുന്ന മാത്രം എന്ത് ചെയ്യാം. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കിട്ടുമല്ലോ, ഈ ഒരു പ്രദേശം നമുക്ക് ഏകദേശം കിട്ടുമല്ലോ. നമുക്ക് ഈ ഒരു പ്രദേശം നമുക്ക് ഏകദേശം കിട്ടും അല്ലേ. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ മാപ്പ് എടുക്കുക. ആ മാപ്പിനകത്ത് ഇന്ത്യ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഒരു കളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി, സെറ്റല്ലേ മക്കളെ, സെറ്റല്ലേ. അപ്പൊ ഏതേതോ നോക്കിയോ ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശം അല്ലേ. അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടുന്ന പ്രദേശം, ഇന്ത്യയും ചൈനയിലും ഏകദേശം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്രദേശത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കുക, ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എഴുതി വെക്കുക. മൺസൂൺ ക്ലൈമാറ്റിക് റീജിയൻ എഴുതി വെക്കുക. സോ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 4 മാർക്ക്, 4 മാർക്കാണ്.
അപ്പോൾ മക്കളെ ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ ഈ മാപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, മാപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഈ മെയിൻ സാധനമാണ് മെയിനായിട്ട് മാപ്പിൽ വരിക. ഇതാണ് എപ്പോഴും ചോദിക്കുക. ഏതൊക്കെ? ഡെസേർട്ട് ചോദിക്കും, ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് ചോദിക്കും. നോക്കിക്കോളൂ, ഡെസേർട്ട് ചോദിക്കുന്നു, അതല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്. ഏതാ ചോദിക്കുക മക്കളെ? ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ് നിങ്ങളോട് ചോദിക്കും. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിനെ കുറിച്ച് എന്ത് ചെയ്യും? ചോദിക്കും. ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡിനെ കുറിച്ച്, ഉഷ്ണമേഖല പുൽമേടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കും. അതിനകത്ത് സാവിനിയോ ക്യാമ്പോസോ ലെനോസോ ചോദിക്കും. അല്ലെങ്കിൽ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് അല്ലെങ്കിൽ മിതോഷ്ണ പുൽമേടുകളെ കുറിച്ച് ചോദിക്കും. ഈ 3 എണ്ണമാണ് വരിക. 1, 2, 3 മെയിനായിട്ട് തിരിച്ചു മറിച്ചുമാണ് ചോദിക്കുക. അതിന്റെ കൂടെ ഒന്നുകിൽ ചിലപ്പം ടൈഗർ റീജിയൻസോ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയനോ അങ്ങനെ ഏതെങ്കിലും ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഈ 3 നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചോളണം. അത് നോക്കിയിട്ടേ നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യാവൂ? പോകാവൂ കേട്ടോ. അപ്പോൾ നോക്കൂ മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ സ്ഥലത്ത് നിന്നാണ് ഇത് ചോദിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള മോഡൽ എക്സാമിനും അതേപോലെ തന്നെ മെയിൻ എക്സാമിനും വന്നിട്ടുള്ളത് കൃത്യമായിട്ട് അതിന്റെ ഉത്തരവും പറഞ്ഞു. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരും തന്നു കേട്ടോ. അപ്പോൾ അത്രയും സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ഭാഗമാണ് സൈലത്തിന്റെ ഏറ്റവും കോർ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ അസ്ത്ര ബാച്ച് എന്ന് പറയുന്നത്. സോ അസ്ത്ര ബാച്ചിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. സോ മക്കളോട് പറയാനുള്ളത്, വേഗം തന്നെ അസ്ത്ര ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉറപ്പിക്കുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 9994008000 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുക? വിളിക്കുക. അസ്ത്രയുടെ ഭാഗമായി മാറുക. സോ എല്ലാ ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൽ പറയാനുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുക. വരുന്ന എല്ലാ ലൈവിലും നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കുക മക്കളെ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. സോ ബൈ മക്കളെ, ബൈ. കാണാം കേട്ടോ, കാണാം. ബൈ.